അതൊക്കെ നിങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് മനസ്സിലായി. ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ. അത് ക്രമേണ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആ വിഷയങ്ങൾ പറഞ്ഞ് എന്നെ പ്രതികരിക്കുന്ന ഇതിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ തയ്യാറാവും. അല്ല, ഇപ്പോൾ ചർച്ച ചെയ്തിട്ട് ഇന്നലെ എന്നോട് വന്ന് വിളിച്ച് പറഞ്ഞ് വന്നവരോ എൻ്റെ പലരും ഇന്ന പോലെ വരേണ്ടായി എൻ്റെ അടുത്തേക്ക്. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇത് നിങ്ങളെ ഇവിടെ ഞാൻ വിളിച്ചു കൂട്ടുക, നമുക്ക് തൃശ്ശൂർ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് എൻ്റേതായ കാര്യങ്ങൾ പച്ചയായി പറയാൻ സ്റ്റേറ്റ് മുഴുവൻ അറിയാതെ ഞാൻ ഇതിൽ പറയും. ഉണ്ട് ആകപ്പെടുന്ന എൻ്റെ അടുത്ത് വന്നു, സ്വതന്ത്രനാവണം, സ്വതന്ത്രമായിട്ട് മത്സരിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ എന്താ അവരൊക്കെ പറയാൻ പറ്റില്ല, ഓരോ പാർട്ടികളുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും എൻ്റെ അടുത്ത് വന്നു, നിങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ എല്ലാ 100% സപ്പോർട്ട് തരാമെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ പ്രതിഷേധം ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ പിന്തുണ എനിക്ക് അനിവാര്യമാണ്. ആ പിന്തുണ പരമാവധി സ്വീകരിച്ച് ജനങ്ങളിലേക്ക് ഇത് പറയും. വോട്ടല്ല പ്രശ്നം, ഈ പ്രശ്നം ജനങ്ങളറിയണം. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് ഞാനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അത് വലുത്, ഞാനാണോ വലുതെന്ന് ചോദിക്കും. പക്ഷെ പറയട്ടെ, അത് എന്ത് പറഞ്ഞോട്ടെ, ഞാൻ നാളെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ പാർട്ടിക്കാർ ലീഡർഷിപ്പ് പറഞ്ഞെങ്കിലും പ്രസംഗിക്കാൻ താല്പര്യമുള്ള ബന്ധമുള്ള ആൾക്കാർ ഈ നാട്ടിക മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. അവരുടെ പ്രസംഗമൊക്കെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാനിത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ അത് പറയാൻ തയ്യാറായത്. അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വളരെ ഇതോടുകൂടി മുന്നോട്ട് പോകാൻ ആലോചിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഞാൻ പറയും. ഇപ്പോൾ ഞാൻ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ബിഷപ്പും വിവേചനം എന്ന് പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് വായിച്ചൊക്കെ അറിയാം എന്താണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ കഴിവും ബന്ധപ്പെടലും ഒരു പാവപ്പെട്ടവൻ്റെ ഇടപെടുന്ന കാര്യത്തെക്കുറിച്ച് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതുവരെ ഈ 10-68 വർഷക്കാലത്ത് മറ്റുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായി എൻ്റെ പ്രസ്ഥാനത്തെ എത്ര കണ്ട് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മുന്നോട്ട് പോയിട്ട് 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ എതിർത്തിട്ടുണ്ടായുള്ളൂ. ഒന്ന്, ഞാൻ MLA ആയിരുന്നപ്പോൾ എൻ്റെ PA ആയിരുന്നവനെ രക്ഷിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നുവെച്ചാൽ എൻ്റെ ലെറ്റർ പേഡ് മുഴുവനും കള്ളപ്പൂട്ടിട്ടാണ് കാര്യം നടത്തിയിരുന്നത്. ഇദ്ദേഹം മറ്റൊരു ചാനലിനോട് പറഞ്ഞിട്ടില്ല. അത് നടത്തിയപ്പോൾ ഞാൻ പാർട്ടിയോട് പറഞ്ഞു, ഈ പോക്ക് ശരിയല്ല, എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചിട്ട് ചെയ്യണം. അത് ചെയ്യാതെ ഒരുപാട് ഇത് കൊടുത്ത് ഒരുപാട് ഇത് ഞാൻ വേറെ രീതിയിൽ പറയുമ്പോൾ അത് ഇനി പറയേണ്ടതുണ്ട്, അത് പിന്നെ ഞാൻ പറയും. ഉപയോഗിച്ചു ലെറ്റർ പേഡ് പല സ്ഥലത്ത് ഉദ്യോഗസ്ഥർ ചെന്ന് നോക്കിയാൽ അറിയാം എൻ്റെ കള്ളൊപ്പിട്ടിട്ടാണ് ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ചില ആൾക്കാർ കൂട്ടുനിന്നു. ആ കൂട്ടുനിന്നതിൻ്റെ പ്രതിഷേധം എൻ്റെ മനസ്സിലുള്ളത്. ആ മനസ്സിലുള്ള പ്രതിഷേധം എന്നും ഉണ്ടാകും. അതുപോലെ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ ഫംഗ്ഷൻ അവിടെ നടക്കണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്ര രൂപ ചിലവ് ചെയ്യണം എന്നോട് പറഞ്ഞു. എൻ്റെ 10 പൈസ ഇല്ല. അങ്കപ്പാടുള്ളത് ഇത് സർക്കാരിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വാഹനമാണ്. അലക്കാർ ധാരണ സർക്കാരിൻ്റെ വാഹനമാണ്, ബസ്സാറിൻ്റെ വാഹനമൊന്നുമല്ല. നമ്മുടെ ഇത് വരുന്ന സംഖ്യയിൽ നിന്നും ഇടുന്ന അലവൻസിൽ നിന്നും കൃത്യമായി പിരിച്ചെടുക്കുന്ന എന്ന വിഹിതമാണ് ഈ പറഞ്ഞ കാറ്. അത് നമ്മുടെ 5 വർഷം കൊണ്ട് എൻ്റെ വിഹിതം നിന്ന് പിരിച്ചെടുത്തിട്ട് കാറിൻ്റെ ലോണാണ് 10 ലക്ഷം രൂപയാണ് സർക്കാർ ലോൺ പലിശരഹിത വായ്പ നമുക്ക് തരുന്നത്. അതാണ് എൻ്റെ കാറ്. അപ്പോൾ കാറിൽ പോകണമെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ പിള്ളേരെ കൂടെ പോയി ബൈക്കിൻ്റെ പിന്നിലിരുന്ന് പോയി ഇടപെട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പറ്റില്ല, MLA ആണ് പറഞ്ഞപ്പോൾ ഒരു കാറ് ഉണ്ടായി. അതിപ്പോൾ അതിൽ അഴിമതി നടത്തിയെന്നാണ് പറയുന്നത് എൻ്റെ പാർട്ടി, ഈ കാറിലടക്കം. ഇത് നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആൾക്ക് തോന്നും ആരാ പറഞ്ഞതെന്ന് ബോധ്യം കഴിഞ്ഞാൽ പേര് എടുത്തപ്പോൾ പറയേണ്ട സമയം വരാൻ പോകണ്, പറയണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ നമ്മൾ പാർട്ടി ഇന്നലെ വരെ എടുത്ത തീരുമാനം ഇപ്പോൾ വ്യത്യസ്തമായ നിലപാട് വന്നിരിക്കുന്നു. പത്രം വായിച്ചപ്പോൾ എന്നുവെച്ചാൽ പാർട്ടി എത്ര 2 ടൈം, 1-ാം ടൈം 2-ാം ടൈം അല്ല, ഇവിടുത്തെ നേതാക്കന്മാരാണ്, തർക്കമില്ല. അത് പച്ചായിട്ട് ഞാൻ പറയാൻ പോവാണല്ലോ. അതിനെക്കുറിച്ച് അതായിരിക്കണം എനിക്ക് പറഞ്ഞ പേരെടുത്ത് പറയാൻ പോവാൻ ഞാൻ. ഇപ്പം എനിക്കുണ്ടാവുന്ന അനുഭവം എന്താണെന്ന് എനിക്കറിയാം. വരാൻ പോകുന്ന ഒരു അപകടസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടത് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്നെ ആയിട്ട് പറയുന്ന ഏത് കക്ഷിയായാലും ധൈര്യമായി നേരിടാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ പേരിലാണ് പറഞ്ഞ് ഒരു പ്രതിഷേധം എന്ന നിലയിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമല്ല, എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഏത് പാർട്ടിയെയും ഞാൻ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകും. അവരായിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട്. അല്ലാത്ത പല പാർട്ടികൾ, ഇടതുപക്ഷം മുന്നിലുള്ള പാർട്ടികൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. അവരെ സീറ്റുകളിൽ നമുക്ക് ആലോചിക്കാമെന്ന് എൻ്റെ പാർട്ടി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, ഇതുവരെ പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇന്നലത്തെ ആ റിപ്പോർട്ട് കണ്ട, പ്രത്യേകിച്ച് ഗീതാ ഗോപിയുടെ റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഇത് എന്തോ പേയ്മെൻറ്റ് സീറ്റിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് എന്നിൽ നിന്ന് കിട്ടുന്ന ഇത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ കിട്ടും, നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ചോ, എൻ്റെ വീടും ഗീതാ ഗോപിയുടെ വീടും ഒന്ന് പരിശോധിച്ചോ. അവർക്കിപ്പോൾ എന്താ പറയുക, ദുബായിൽ എന്തോ ഫ്ലാറ്റും അതുപോലെ തന്നെ കമ്പനികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, ഞാൻ അറിഞ്ഞിടത്തോളം. അപ്പോൾ ഞാൻ അവർ നമ്മൾ പരിശോധിക്കേണ്ടത് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പേയ്മെൻറ്റ് സീറ്റ് മേടിക്കാൻ കഴിവുള്ള സാമ്പത്തികം മേടിക്കുന്ന ഇതിലേക്ക് മുന്നോട്ട് പോകുകയാണ്. അതാണ് ഇപ്പോൾ ഇങ്ങനെ. ഞാൻ ഇന്നലെ വരെ വിചാരിച്ച എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സത്യസന്ധതയും വളരെത്തോളം മുന്നോട്ട് പോകുന്ന പാർട്ടി. എൻ്റെ നേതാക്കന്മാർ നാളെ പറയും എന്താ, ഞാൻ എന്നെ പഠിപ്പിക്കാൻ ഇനി വരാൻ, ഞാൻ പാർട്ടിയെ പഠിപ്പിക്കാൻ മുന്താന്ന് വിളിച്ച് പറഞ്ഞ ആൾക്കാരുണ്ടാവും.
എനിക്കതിൽ ഭയപ്പാടൊന്നുമില്ല. കാരണം ഇന്നലെ വന്നതോടുകൂടി ഭയപ്പാടൊക്കെ മാറി. അത് വളരെ വ്യക്തമായി ഒരു 5 വർഷക്കാലം 2 മാസം നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എൻ്റെ സ്വതന്ത്ര സാന്നിധ്യം വരാനുള്ള കാര്യത്തെക്കുറിച്ച് പച്ചയായി ജനങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ചരിത്ര ഭൂമിയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ശിഷ്യന്മാർ തന്നെ അങ്ങേ പിന്നിൽ നിന്ന് കുത്തിയെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറയണം, അത് ഇനിയും വിഷയം, അത് വരാൻ സമയം എടുക്കണം. ഞാനും അവരും തമ്മിലുള്ള ജാതിപരമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അത് നമ്മൾ പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ്. എന്നും അവർ തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ പറയാം ഗീതകവി ആരെന്ന് മറ്റുള്ള കാര്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതല്ല, അത് പറയേണ്ട ഘട്ടം ഘട്ടം ഞാനൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 2ാമത്തെ പുസ്തകം തുടരാൻ പോവാണ്. ഈ ഇലക്ഷൻ്റെ ഉള്ളിൽ ഇറക്കും. ഈ തൃശ്ശൂർ അടക്കം എല്ലാം ഇപ്പോൾ ഒരാൾ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ടോ? ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലേക്ക് അടക്കം അല്ല, ഒരാൾ നിയന്ത്രിക്കുന്നതിലേ പോകും. ചിലരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് അവർ ഗ്രൂപ്പ് അടിച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.